വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. 200 വർഷങ്ങൾക്ക് ബാക്കിലോട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ടാണ് പോകുന്നത്. ഇത് ശരിക്കും ഒരു ഗവൺമെൻറ് ഏറ്റെടുത്തേക്കുവാണ്, ഒരു ടൂറിസ്റ്റം പോലെ. ഫസ്റ്റ് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ആണ്, പിന്നെ ഇവർ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഞങ്ങൾ വാഷിംഗ് ഏരിയയിലേക്ക് ഒന്ന് കയറിയപ്പോൾ കണ്ടത്, ബാത്റൂമിലേക്ക് പോണ ആ സൈഡ് വരെ ഇവരുടെ കണ്ണാടി, ക്ലിപ്പ്, ഇതെല്ലാം ഇവരെ കൈ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഇവരുടെ കത്രിക, അങ്ങനെ എല്ലാ സാധനങ്ങളും, മിറർ, ചീപ്പ്, അതെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പുരാതനം പോലെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുപ്പി, അങ്ങനെയെല്ലാം. അപ്പം അതെല്ലാം ഇങ്ങനെ ഞങ്ങൾ കുറേ നോക്കിയിരുന്നു. ഇവരുടെ ബുക്കുകൾ, അതുപോലെ ബൈബിള്, അതുപോലെ തന്നെ കുടിക്കുന്ന ഗ്ലാസ്, എല്ലാം പണ്ടത്തെ ഒരു മോഡലാണ് എല്ലാം ഇരിക്കുന്നത്. ഒന്നും ഇവർക്ക് പുറത്തോട്ട് ഇവർ പോകാറേ ഇല്ലെന്നാണ് പറഞ്ഞത്. ക്ലോക്ക്, പണ്ടത്തെ മോഡൽ ക്ലോക്ക്, അങ്ങനെ എല്ലാം തന്നെ അവർ അവിടെ ഇങ്ങനെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഒരു ടൂറിസ്റ്റ് പോലെ അവർ ഏറ്റെടുത്തേക്കുവാണ് ഗവൺമെൻറ്. ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെല്ലാം ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ബാത്റൂമിൻ്റെ സൈഡിലാണ്. ഞാൻ ബാത്റൂമിൻ്റെ സൈഡിലോട്ട് പോയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇതെല്ലാം ബാത്റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഇത് അവർ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരു എന്താ പറയുക, നമ്മുടെ കസേരയാണ്. പിന്നെ അവരുടെ ആ സൈഡ് ഇവർ കൂടുതലും വണ്ടിയൊന്നും ഉപയോഗിക്കുന്നില്ല. ഇവർ എന്താ പറയുക, നമ്മുടെ കുതിരവണ്ടിയിലാണ് പോകുന്നത്. അപ്പം നമ്മളെ ഇങ്ങനെ കുതിരവണ്ടിയിൽ അവരുടെ സൈഡിലോട്ട് കൊണ്ടുപോകും. നമ്മളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അപ്പം ഇവർ വണ്ടി ഒന്നും ഉപയോഗിക്കാറില്ല. അവരെല്ലാവരുടെയും വീട്ടിൽ കൂടെ കുതിരവണ്ടിയുണ്ട്. ഇത് അവരുടെ കുതിരേനെയൊക്കെ നിർത്തുന്ന, കുതിരേനെ വെള്ളം കൊടുക്കാനൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം കുതിരവണ്ടിയിൽ ആദ്യമായിട്ട് കയറിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കോളിൻകുട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടക്ക് ടക്ക് എന്നൊക്കെ പറയുന്നുണ്ടായി കോളിൻകുട്ട്. അവർ പോണ വഴിയൊക്കെ നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അതേപോലത്തെ രണ്ട് സൈഡിലുള്ള വഴി, ടാറൊന്നും ചെയ്തിട്ടില്ല. പണ്ടത്തെ അതേ മോഡൽ വഴിയാണ്, ഈ ചരല് കൊണ്ടുള്ള വഴി. ടാറൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അവർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. പഴയ രീതിയിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നതാണ് പറയുന്നത്. അവർ ടാറൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതുമല്ല, ഇവരുടെ വീടിൻ്റെ ചുറ്റിനും ആപ്പിൾ മരം ആട്ടോ, ഫുള്ള് ആപ്പിൾ മരമാണ് ചുറ്റിനും. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫുള്ള് ചുറ്റും എന്ത് രസമാണ് കാണാൻ. ചുറ്റും നല്ല ആപ്പിള് ഫുള്ളും ഇങ്ങനെ കായ്ച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഫുള്ളും ആയിട്ടില്ല, കുറച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു. അതിനുശേഷം അവരിതാ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അവരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇത് ടാർ പോലും ചെയ്തിട്ടില്ല. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ അതേ മറ്റേ ചരലുള്ള റോഡ്. ഇതൊക്കെ വീടാട്ടോ. വീട് തുറന്നിട്ടേക്കുവാ. നമ്മൾ കയറുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്തോരം പേരാ കയറിപ്പോൾ. നല്ല വൃത്തിയിൽ നല്ല ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അവരുടെ മുഖത്തൊരു ദേഷ്യം ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ ചെല്ലുമ്പോഴത്തേനും നമ്മളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടാൽ തോന്നും ഇവരിവിടെ താമസിക്കുന്നില്ല, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അല്ല, അവരിവിടെ താമസിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇവർ കുക്ക് ചെയ്യുന്ന കുക്കിംഗ് ഏരിയ. അതുപോലെ തന്നെ ഇവരുടെ കസേര, ഇവരുടെ പാത്രങ്ങൾ എല്ലാം. അതുപോലെ തന്നെ കറണ്ടില്ല ഇവരുടെ വീട്. ഇതാണ് ഇവർ ഉപയോഗിക്കുന്ന ഡ്രസ്സ്. ഇതുപോലത്തെ ഒരു ഗൗൺ പോലെ തലയിലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇവർ കൈ കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും ചവിട്ടികളും എല്ലാം ഇവർ കൈ കൊണ്ട് തന്നെ തുന്നുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മറ്റേ സൂചി നൂലും വെച്ച് കൈ വെച്ച് തുന്നുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും പുറത്തൊന്നും മേടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും എല്ലാം നമ്മളോട് പറയും കേട്ടോ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിച്ചാൽ പറഞ്ഞു തരുമൊക്കെ ചെയ്യും. ഇവർക്ക് ഒരു ദേഷ്യമൊന്നുമില്ല. ഇവർ മക്കളൊക്കെ ആയിട്ട് ഇവരെല്ലാവരും ഇവിടെയാണ് താമസിക്കുന്നത്. കണ്ടില്ലേ, മറ്റേ കൈ കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇത്രയും തുന്നിക്കൊണ്ടിരിക്കുക ചെയ്തത്. അത് നിർത്തിയിട്ട് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അവർ മറുപടി പറയാം. ഇത് കണ്ടോ, ഫുൾ കസേര എല്ലാം ഉണ്ട്. ഒരു വീട് തന്നെ, പക്ഷെ കറണ്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പണ്ടത്തെ രീതിയിലുള്ള ഭക്ഷണ രീതികളാണ്. അതുപോലെ ഇവരുടെ സ്റ്റെപ്പ് കാണണം. ഭയങ്കര ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ പണ്ടത്തെ വീട്ടിലോട്ട് കയറി പോകുന്ന പോലത്തെ ഭയങ്കര ഇതായിട്ടുള്ള സ്റ്റെപ്പാണ്. കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടോ,
ഇങ്ങനെ നമ്മുടെ മുകളിൽ മച്ച് പോലത്തെ ഒരിതാണ് അതിനകത്ത് ഇവർ മറ്റേ തുണി ഇതാക്കാനുള്ള സാധനങ്ങൾ, കട്ടിലൊക്കെ കണ്ടില്ലേ, നല്ല നല്ല രസമുണ്ടല്ലോ കാണാൻ. അതുപോലെ തന്നെ പിള്ളേരെ കിടത്താനുള്ള പണ്ടത്തേത്, എന്തൊരു ഭംഗിയല്ലോ അതൊക്കെ കാണാൻ. ഇതൊക്കെ പണ്ടത്തെ പോലത്തെ തന്നെ. അതുപോലെ ബെഡൊക്കെ ഇവർ തന്നെത്താനെ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒന്നും പുറത്തുനിന്ന് വാങ്ങില്ല. ഒരു പുറത്ത് പോലും പോകാറില്ലെന്ന് അവർ പറഞ്ഞത്. സ്കൂൾ വരെ അവിടെ 8ാം ക്ലാസ് വരെയുള്ളൂ. അത് കഴിഞ്ഞ് അവർ സ്കൂളിൽ പോവുകയല്ല. പിള്ളേരൊക്കെ ആണെങ്കിലും ഇവരുടെ കൂടെ ഇങ്ങനെ പശുവിനെ മെയ്യാൻ പോവുക, അങ്ങനെയൊക്കെ ചെയ്താണ് ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇവരുടെ വീടുകളിൽ കൂടി എല്ലാം പശുവുണ്ട്, കോഴിയുണ്ട്. പശുവിൻ്റെ ഒക്കെ പാല് വിറ്റും കോഴിയിൽ നിന്ന് മുട്ടയൊക്കെ എടുത്ത്, അതുപോലെ തന്നെ കൃഷിയുണ്ട് ഇഷ്ടമാതിരി. പച്ചക്കറികളും ഗോതമ്പിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് ഇവരുടെ പറമ്പിൽ കൂടെ. അതൊക്കെ ചെയ്താണ് ഇവർ ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതുണ്ട്, അത് ഫുള്ളും പച്ചക്കറി നട്ടേക്കുന്ന മത്തൻ അങ്ങനെ എല്ലാം തന്നെ നട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 സൈഡിൽ ഫുള്ള് ആപ്പിളും മരം, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. ഞങ്ങൾ ഒരെണ്ണം പറിച്ച് നോക്കിയിട്ട് പഴുത്തിട്ടില്ല, പച്ചയായിരുന്നു, ഭയങ്കര പുളിയായിരുന്നു. ഫുള്ള് ആപ്പിൾ മരം നിറച്ചും. എന്ത് രസമാവും ആപ്പിൾ ഫുൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തോരം ഉണ്ടാവും. അതുപോലെ ചില വീടുകളൊക്കെ വലിയ വീടുകളാട്ടോ. ഇത് ഇവരുടെ തന്നെ എന്തോ കത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ കേട്ടോ. എല്ലാ സ്ഥലത്തും നമ്മൾ ചെന്നാൽ അവർ എല്ലാം നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. അത് കാരണം ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയത് കാരണമായിരിക്കാം അവർ ഇവർക്ക് അതിൻ്റെ തന്നെ എന്തൊരു വരുമാനം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒന്നും നമ്മളോടൊന്നും കാണിക്കാത്തത്. എല്ലാം കണ്ടില്ലേ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് അയാൾ എന്തോ ഒരു സാധനം കത്തി പോലെ ഇവരുടെ എന്തോ കുത്തുന്ന എന്തോ ഒരു സാധനം, എന്തോ അവരുടെ ഒരു ആയുധം എന്തോ ആണ്, അത് ചെയ്ത് കാണിച്ചു തന്നാണ്. ഇതുണ്ടോ എന്തോരം പശുവായിരുന്നു എന്നറിയോ. ഒരു ലോഡ് പശു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി അധികം പശു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇവർക്ക് വേണ്ട ചർച്ചുണ്ട്. ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടില്ല, അത് ചോദിക്കാൻ മറന്നുപോയി. ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പ്രസവമൊക്കെ എങ്ങനെയാണാവോ, ഇവർ തന്നെ എടുക്കുകയാണോ എന്നറിയില്ല. എനിക്കൊരു 10-20 വീടുള്ളൂ കേട്ടോ ഇതിന് ചുറ്റും. ഒരു 10-20 വീടുള്ളൂ, ഒത്തിരി വീടുകളും ഇല്ല. 10-20 വീടുള്ളൂ. പിന്നെ കുറച്ച് പേര് പുഴയ്ക്ക് അക്കരെയാണെന്നാണ് പറഞ്ഞത്. അവർക്ക് ചിലപ്പം ഇങ്ങനെ ആൾക്കാർ വരുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഇതായേക്കുന്നത്, അറിയില്ല. പിന്നെ ഇവരുടെ ഉള്ളിലോട്ടൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അത് അവർക്കൊന്നും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ടൂറിസ്റ്റുകാർ വരുന്നതിനോട് ഇങ്ങനെ കയറുന്നതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇവർക്ക് പ്രശ്നമില്ല. എല്ലാവരും കണ്ടില്ലേ ഇതുപോലെ വീടുകളിലോട്ട് കയറുന്നുണ്ട്. പിന്നെ ചില വീടുകളിൽ കണ്ട് അപ്സ്റ്റെയറിലോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചങ്ങല ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും പ്രൈവസി ആയിട്ടായിരിക്കാം. ഇതുകൊണ്ട് ഇതാണ് ഇവർ ഉപയോഗിക്കുന്ന തൊപ്പി. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഒക്കെ കാണും എന്തൊരു നല്ല സൂപ്പർ ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ അത്ഭുതം തോന്നും. ഇത്രയും പേര് കയറിയിട്ടും അവരിത്രയും വൃത്തിയിലും ക്ലീനായിട്ടും ചെയ്തിട്ടും മുഖത്തിനൊരു ചുളിവോ ഇതോ ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെ വലിയൊരു കാര്യം. അതുപോലെ തന്നെ ഇതാണ് ഇവരുടെ കട്ടിൽ. അവരുടെ ഡ്രസ്സൊക്കെ നമ്മൾ കാണാൻ വേണ്ടി ഒരു ഷെൽഫിൻ്റെ അകത്ത് എടുത്ത് പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. എല്ലാ കാര്യം അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കണ്ട ചെടി. അതുപോലെ തന്നെ ഇവർ വീടുകളിൽ ഫുള്ളും ചെടികളുണ്ട്. ഇതാണ് ഇവർ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സൈസ് ഗൗൺ പോലത്തെ സാധനം. ഇതുപോലത്തെ ഗൗണാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. പണ്ട് ഇങ്ങനത്തെ പാത്രം ഞങ്ങളുടെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ കളഞ്ഞു. ഇതൊക്കെ നോക്കി എന്ത് വൃത്തിയിലാണ് വെച്ചേക്കുന്നത് ഈ പാത്രം. എത്ര ആണെങ്കിലും ഇവരുടെ കമ്പും കമ്പും എന്താ പറയുക ഇതൊക്കെ വെച്ചാണ് കഴിക്കുന്നത്. ഇതുണ്ട്, നമ്മൾ ചെന്നപ്പോൾ ഒരു അമ്മാമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മാമ്മേനോട് വർത്താനം പറഞ്ഞപ്പോൾ അമ്മാമ്മയുടെ വീട്ടിൽ 12 മക്കളുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ 3-4 പേര് ഇപ്പം മാറി താമസിച്ചു. ഇപ്പം കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരും മാറി താമസിച്ചെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇപ്പോൾ പലർക്കും ചിലർക്കൊന്നും ഇതേ രീതിയിൽ ഇപ്പോൾ ജീവിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ മാറി താമസിക്കും. സ്റ്റെയറിന് അടിയിലാട്ടോ ഈ അമ്മാമ്മയുടെ ഈ അടുക്കള. നല്ല ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് ബാക്ക് സൈഡിൽ ഫുള്ളും കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ വലിയൊരു പുഴയാട്ടോ. ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട്. ഈ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം ഇത്രയും വലിയൊരു വീടാണെന്ന് തോന്നത്തേ ഇല്ല. ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ താഴത്തോട്ട് മുകളിലോട്ടൊക്കെ റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതാ ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് ആപ്പിൾ മരമാണ് 2 സൈഡിലും. അടുത്തടുത്തല്ല, ഒരു 5 മിനിറ്റ് നടന്നു പോകാൻ ഇതിലാണ് വീട് ഫുള്ളും ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ റോഡിൽ കൂടെ ഫുള്ളും കുതിരയുടെ ചാണകമായിരുന്നു. എല്ലാ വീടുകളിൽ കൂടെയും കുതിരയുണ്ട്.
ആണായാലും പെണ്ണായാലും ഒക്കെ കുതിരവണ്ടിയിലാണ് നടക്കുന്നത് കണ്ടോ. അപ്പുറത്തെ വ്യൂ നോക്കി എന്ത് രസമാണ് കാണാൻ. അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ കൂടെ പണ്ടത്തെ സൈസ് തോണി ഉണ്ടെന്നാട്ടോ പറഞ്ഞ, ബോട്ടല്ല തോണി. തോണിയുടെ തുഴയുന്ന സാധനങ്ങളൊക്കെ ചില വീടുകളിൽ ഇരിക്കുന്നത് കണ്ടു. ഇവർ ചിലപ്പോൾ മീനൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കിയായിരിക്കും കഴിക്കുന്നത്. ഇതൊരു വീടാണ്. ഇത് കണ്ടാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഭംഗിയും തോന്നുന്നില്ല അല്ലേ, എന്തോ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അത് അപ്പുറത്ത് കാണുന്നതും അതൊക്കെ വീടാണ്. പക്ഷെ അകത്ത് ചെല്ലുമ്പോഴാണ് ഭംഗി കാണുന്നത്. ഞങ്ങൾ ഈ വീട്ടിൽ ചെല്ലപ്പോൾ ഈ അപ്പൂപ്പൻ ഭയങ്കര പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടും ഡാൻസും കൂടെ കളിക്കും. ഞങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും കഴിഞ്ഞു പോയി. ഇതുകൊണ്ട് ഇവരുടെ ഡ്രസ്സ് ഇങ്ങനെ കോട്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇതൊരു വീട്. ഇതൊരു വലിയ വീടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും എനിക്കൊന്ന് ഇവരൊന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിയ വീട്. ഈ വീട്ടിൽ എനിക്ക് തോന്നുന്നൊരു 10-15 റൂമുണ്ടെന്ന് തോന്നുന്നു. ഈ പുള്ളിക്കാരന് 12 മക്കളെങ്ങാണ്ടുണ്ടെന്നാണ് പറഞ്ഞത്. 12 പേരും ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. വലിയൊരു വീട്. അകത്ത് കയറിയിട്ടും കാണുന്നില്ല. ഇവരുടെ വീടിൻ്റെ മുകളിലൊക്കെ കയറി കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. അതുപോലെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ ഇവരുടെ വീടുകളിലൊന്നും ദൈവത്തിൻ്റെ ഫോട്ടോ കണ്ടില്ല. ഇവർ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഫോട്ടോ ഒന്നും കണ്ടില്ല. ചില വീടുകളിൽ, ഒരു വീടുകളിലും ദൈവത്തിൻ്റെ ഫോട്ടോ ഒന്നും ഞാനിവിടെ കണ്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവർ തണുപ്പത്ത് വരുമ്പം ഇതിൻ്റെ അകത്ത് വിറകിട്ട് മുകളിലോട്ടൊക്കെ ചൂട് ഇതാക്കുമെന്നാണ് പറഞ്ഞത്. സോഫയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഈ നല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഇവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അത് തന്നെ വലിയൊരു കാര്യം. അതുപോലെ തന്നെ കണ്ടു ഉപ്പിലെന്തോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ ബ്രെഡ്, പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈ കൊണ്ട് മേക്ക് ചെയ്താണ് കഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇവർക്ക് പിസ്സയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കൈ കൊണ്ട് മേക്ക് ചെയ്ത് പിസ്സ, ബ്രെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈ കൊണ്ട് മേക്ക് ചെയ്ത്. അതുപോലെ പാത്രം കഴുകാൻ ആ ഒരു വാഷിംഗ് ഏരിയയിലാണ് പാത്രം കഴുകുന്നത്. ഇവിടെ കുറേ പൂക്കളും ഞാൻ കണ്ടു കേട്ടോ. പൂക്കൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് കേട്ടോ. ഇവിടെയാണ് അവർ പാത്രം കഴുകുന്നത്. ഈ സാധനത്തിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ഇട്ട് പാത്രങ്ങൾ വാഷ് ചെയ്യുന്ന പറഞ്ഞു കണ്ടോ. കുറേ ഇങ്ങനെ ഉണങ്ങിയതുപോലെ ഇരിപ്പുണ്ട്. വിചാരിച്ചു ചിലപ്പോൾ നടാൻ വേണ്ടി ഇങ്ങനെ വെച്ചതായിരിക്കും എന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് 7 വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ അമ്മ അങ്ങനെ ഉണക്കി വെച്ചേക്കുന്നതാണെന്ന് പറഞ്ഞത്. ഇഷ്ടമാതിരി പൂക്കളുണ്ടായിരുന്നു ഇയാളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഫുള്ളും പൂക്കൾ. ആ ബാക്കിലോട്ട് ഇറങ്ങി ചെല്ലാൻ എന്തൊരു വലിയ വ്യൂ ആണെന്നറിയാം. അടിപൊളി വ്യൂ. അതുപോലെ ഇവർ കണ്ടോ എഴുതുന്ന ഫുള്ളും പണ്ടത്തെ പോലെ നമ്മുടെ തൂവൽ വെച്ചാണ് എഴുതുന്നത്, അല്ലാതെ പെന്ന് വെച്ചല്ല. അതുവരെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇത് കണ്ട പെട്ടി, പണ്ടത്തെ പെട്ടി, അതൊക്കെ തുറന്നു നോക്കി അതിൻ്റെ അകത്തൊന്നുമില്ല. നമുക്ക് കാണാൻ വേണ്ടി ഇതിനു വേണ്ടി വെച്ചേക്കുന്നതായിരിക്കും. കണ്ട പെട്ടി. അതുപോലെ ഇതാണ് തോണി തൊഴിയുന്ന മറ്റേ അതിൻ്റെ പേരെന്താണാവോ അത്. പണ്ടത്തെ പല പല പെട്ടികൾ. നല്ല രസമുണ്ട്. എല്ലാവരും അതേപോലെ തന്നെ വെച്ചേക്കുവാണ് നമുക്ക് കാണാൻ വേണ്ടി. ഒരു കുഴപ്പമില്ല നമ്മളത് തുറന്നു നോക്കുന്നതിനും എല്ലാ റൂമിലേക്ക് കയറുന്നതിനും ഒന്നും അവർക്ക് ഒരു കുഴപ്പമില്ല. നല്ല രസമുണ്ടായിരുന്നല്ലോ കാണാൻ. അതുപോലെ തന്നെ ഇതാണ് ആ വ്യൂ. എന്ത് രസം ആ വ്യൂ കാണാൻ വേണ്ടി. അവിടെ നിന്ന് ആ വ്യൂ അടിപൊളി. അയാൾ പറഞ്ഞു മുകളിൽ കയറി നോക്ക്, മുകളിൽ നിന്ന് കയറിയാൽ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് അവരുടെ ഡ്രസ്സ്. കണ്ടോ. നമുക്ക് വീഡിയോ ഫോട്ടോസോ എന്തും എടുക്കുന്നതിന് കുഴപ്പമില്ല. അതിനുവേണ്ടി അവർ ആ ഡ്രസ്സൊക്കെ അവരുടെ ആ ബെട്ടയിൽ വെച്ചേക്കുക. അവിടെ ആരും ഇല്ല കേട്ടോ. ചിലപ്പോൾ ഒരാളോ 2 പേരോ ഒക്കെയോ ഒരു വീടുകളിലുള്ളൂ. ബാക്കി എല്ലാവരും കൃഷിസ്ഥലങ്ങളിലോട്ടായിട്ട് ഉള്ളിലോട്ടൊക്കെ പോയേക്കുവാന്നാണ് അവർ പറഞ്ഞത്. കണ്ടോ വീടിൻ്റെ ഒരു റൂമിൻ്റെ അകത്ത് കണ്ടോ ചെസ് ഏരിയ, പണ്ടത്തെ ചെസ് ഏരിയ അതൊക്കെ ഇങ്ങനെ വെച്ചേക്കാം. പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാവരും പുറത്ത് ദൂരെ പറമ്പിലായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. ആകെ 1-2 ഒക്കെ ഉണ്ടാകാറുള്ളൂ. പിന്നെ ഇവരുടെ സാധനങ്ങളെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്ന ഒരു ഏരിയ ആണിത്. അദ്ദേഹം വന്നിട്ട് കാണിച്ചു തരിക. കണ്ടോ ഇത് പൂ കണ്ടോ. ഇത് കണ്ടാൽ തോന്നൂല്ലേ പ്ലാസ്റ്റിക് പൂവാണ്. പ്ലാസ്റ്റിക് പൂവല്ല, ഇത് ശരിക്കുമുള്ള പൂവാണ്. എൻ്റെ അമ്മ 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ പൂവെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച് ശേഖരിച്ച് വെച്ചേക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പറഞ്ഞു തന്നു ഇതാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സ്ഥലം. എൻ്റെ ഭാര്യയ്ക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എപ്പോഴും പിസ്സ ഉണ്ടാക്കി കഴിക്കും. അതുപോലെ ബ്രെഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി മേക്ക് ചെയ്ത് കഴിക്കും. പിന്നെ ഞങ്ങളിങ്ങനെ പുറത്ത് പോയി ഒന്നും ചെയ്യാറില്ല. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഗോതമ്പൊടിയാണെങ്കിലും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കും. എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്. അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഒരു പറയുന്നുണ്ട്. ഈ വീട്ടിൽ 12 മക്കളുണ്ടെന്നൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ചില മക്കളൊക്കെ വലുതാവുമ്പോൾ അവർക്ക് നമ്മുടെ കൾച്ചറും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ ഇവിടുന്ന് വേറെ, അതായത് പുറത്തോട്ട് പോവും. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ കുറേ പേര് താമസിക്കുന്നുണ്ട്. എന്നാലും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ അധികം പേരില്ലെന്നാണ് അയാൾ പറഞ്ഞത്.
അപ്പോൾ അങ്ങനെ എല്ലാവരും കാണിച്ചു തരുന്നുണ്ട്. ഒരു 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 കുഴപ്പമില്ലാതെ കേട്ടോ അവർ ഇതാക്കി തരാൻ. നമ്മൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി വരും. ഞങ്ങൾ ഇവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറ്. ഇതാകുമ്പോൾ നല്ല കാറ്റ് കിട്ടും, പുറകിൽ ഇതായതുകൊണ്ട് നല്ല കാറ്റ് കിട്ടും. അപ്പോൾ ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെയാണ് ചിലവഴിക്കാറ്. പിന്നെ ഇതാ പാത്രം, ഇതിലെപ്പോഴും വെള്ളം വരും എന്ന് അയാൾ പറഞ്ഞ, പാത്രം കഴുകാൻ വേണ്ടി ഇതിലെപ്പോഴും വെള്ളം വരും, ഇതിൽ ഞങ്ങൾ പാത്രം കഴുകുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നു. ഉണ്ട്. ആര് ചോദിച്ചാലും ഈ ചോദ്യം തന്നെ എത്ര പേര് തന്നെ ചോദിച്ചാലും ഒരു കുഴപ്പമില്ലാതെ അവർ പറഞ്ഞു തരും. ഒരു മടിയില്ലാതെ അവർക്ക് അവരുടെ കൾച്ചർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് ഒരു കുഴപ്പമില്ല. ഇവരുടെ ഈ തുണിയെല്ലാം ഇവർ കൈകൊണ്ട് നെയ്യുന്ന കേട്ടോ, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒന്നുമല്ല. എല്ലാം അവർ കൈകൊണ്ട് തന്നെ സൂചി നൂലും വെച്ച് തുന്നിയെടുക്കുന്ന ഡ്രസ്സാണ്. നല്ല രസമുള്ള ഡ്രസ്സ്. നമുക്ക് ഈ സമയത്തൊക്കെ ഇട്ട ചൂടാണ്. അവർ ഇപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സും ഇട്ട് തലയിൽ തൊപ്പിയും വെച്ചാണ് അവർ നടക്കുന്നത്, ഒരു കുഴപ്പമില്ലാതെ. നമുക്കൊക്കെ ആണെങ്കിൽ കുറേ കഴിയുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഇതിലെ വെള്ളം വരുമെന്നാണ് പറഞ്ഞത്.